6 മണി 5:30 6 മണി സമയത്ത് നമ്മുടെ മനുഷ്യ സംഘമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് യാത്രയും പെർഫോമൻസ് ഒക്കെ ആയിട്ട് പോണ്ടിച്ചേരിയിലായിരുന്നു. അപ്പം നമ്മുടെ വളരെ അടുത്ത് കുറേ ആളുകൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്. ലാലൂര് ഡ്രാമ സ്കൂളിൻ്റെ സൈഡിൽ അവിടെ ഒരു പാടമുണ്ട്. ആ പാടത്ത് വന്നിരുന്ന് വൈകുന്നേരം ഞങ്ങളോടൊക്കെ കഥ പറയുന്ന ഒരു കുഞ്ഞേട്ടനുണ്ട്. കാലിന് 2 കാലിനും വയ്യാത്തൊരു മനുഷ്യൻ, വലിയൊരു മനുഷ്യനാ, കുഞ്ഞേട്ടനാ വിളി. അയാളെ കാണാനായിട്ട് ഇടയ്ക്ക് പോകാറുണ്ട്, അവിടെ പാടത്ത് ചെന്നിരിക്കാറുണ്ട്, പാട്ട് പാടാറുണ്ട്, കഥ പറയാറുണ്ട്, കൂടിയിരുന്ന് ചിരിക്കാറുണ്ട്, തിരിച്ചു പോരാറുണ്ട് പോയ പോലെ തന്നെ. ഇന്നലെയും ആ ഒരു ഉദ്ദേശത്തോടു കൂടി പോയതാണ്. പോകുമ്പോൾ ലാലൂർ സെൻറ്ററിലെത്തിയപ്പോൾ ഒരു ചങ്ങാതി പഠിക്കുന്ന കാലം മുതൽ മുഖപരിചയമുള്ള ഒരാളാണ്, അറിയുന്ന ഒരാളാണ്. അയാളുടെ ബൈക്ക് പോയിട്ട് എന്ന് പോകുമ്പോൾ ഞാൻ അതിൻ്റെ പുറകിൽ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. വാ കയറെന്ന് പറഞ്ഞു. ആളുടെ ഡ്രാമ സ്കൂളിൻ്റെ സൈഡിലേക്കാണ് പോകണമെന്ന് പറഞ്ഞു. അയാൾ ഹെൽമെറ്റ് ഒന്നും വെക്കാതെ വണ്ടി ഓടിച്ച് ആ ഡ്രാമ സ്കൂളിൻ്റെ സൈഡിലെത്തിയപ്പോൾ അവിടെ പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ട്, പോലീസുകാരുണ്ട് അവിടെ. ഇയാൾ ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട് എന്തോ പേടിച്ച് ഇയാൾ വണ്ടി തിരിച്ച് ആൾ പാഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ ഇറക്കിപ്പോൾ ഞാൻ വേറെ വഴിക്കാണ് പോണത്, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾ എന്തിനാണ് പോകണമെന്ന് എനിക്കറിയില്ല, എനിക്ക് പോകേണ്ടത് വേറെ വഴിയാണ്. അയാൾ വണ്ടി നിർത്തി, ഞാൻ അവിടെ ഇറങ്ങി, ഞാൻ നടന്നു പോയി. നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ നിയമപാലകർ എല്ലാവരും കൂടി പിടിച്ചു, മനസ്സിലാക്കി ഇതേ വരുന്നു, ഇതാണ് യഥാർത്ഥ പ്രതി എന്ന്. അവർ ഓടി വരികയും വണ്ടി ചവിട്ടി നിർത്തി. പിന്നെ സിനിമയാണ്. എന്താണ് ആ സിനിമയുടെ പേര്? മറ്റേ ആക്ഷൻ ഹീറോ ബിജു ഏട്ടനാണ് വന്നത്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞു അവരോട്, ഞാൻ അവിടെ ഡ്രാമ സ്കൂളിലേക്ക് വന്നിട്ടുള്ളതാണ്, ഞാൻ അവിടെ ആ പരിസരത്തുള്ള ആളാണ്. ഇവർ കൊണ്ടുവന്നിട്ട് ലാലൂർ സെൻറ്ററിൽ ഇറക്കി ഇവർ എല്ലാവരോടും ചോദിച്ചു, ഇയാളെ അറിയോ, ഇങ്ങനൊരു ക്രിമിനൽ കേസിലുള്ള പ്രതിനെ നിങ്ങൾ അറിയാമോ എന്നുള്ളതാണ് അവരെല്ലാവരോടും ചോദിച്ചത്. അവിടെയൊക്കെ എല്ലാവർക്കും അറിയാം, പോലീസല്ലേ, പേടിക്കണമല്ലോ. എല്ലാവരും പേടിച്ചു, അകത്തിരുന്നതെല്ലാം അകത്തിട്ടു, ആരും ഒന്നും പറഞ്ഞില്ല. കേരളായി എന്ന് പറഞ്ഞു കയറ്റി കൊണ്ടുവന്ന്. പിന്നെ ഇവിടെ തമാശകളാണ് വണ്ടിക്കകത്തിരുന്നുകൊണ്ട്. അവർ അത്രയും സമയം അവരെല്ലാവരും കൂടി ഹരാസ് ചെയ്യായിരുന്നിരുന്നിട്ട് രൂപത്തെക്കുറിച്ച് എല്ലാ കാര്യത്തെക്കുറിച്ച് ഒരു വളരെ മോശമായിട്ട് സംസാരിച്ച് ഇവിടെ അതിനിടയിൽ കുറേ സ്ഥലത്ത് നിർത്തി പല പ്രദർശനങ്ങളൊക്കെ നടത്തി ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവർ വല്ലാതെ ഭീഷണിപ്പെട്ട് അവർ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവിടെ ഇരിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരിക്കേണ്ടത് എന്തിനാണെന്ന് മനസ്സിലായില്ല. നിങ്ങൾ എന്തിനാണ് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വേറൊരു കാര്യത്തിൽ പോകേണ്ട ആളാണ്, കുറേ ആളുകൾ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, എനിക്ക് പോകണം, എന്നെ വിട്ടേക്ക്, ഞാനിവിടെ നടന്നു പോകാമെന്നാണ് അവരോട് പറഞ്ഞത്. അവരോട് അവിടെ കൊണ്ടാക്കി തരണമെന്ന് വേറൊരു അനാവശ്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവർ പിന്നെ അവരുടെ തമാശകളായി, ഇരിക്കുന്നവരുടെ തമാശ, വന്നു പോകുന്നവരുടെയൊക്കെ തമാശയാണ്. നമ്മുടെ മേൽ വരച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് വരയ്ക്കാനായിട്ട് വലിയ പ്ലാറ്റ്ഫോമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് അപ്പോൾ ഇവരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം തിരുമനസ്സല്ലേ, തിരുമനസ്സിനൊന്നും പിടിക്കത്തില്ല. രാജാവാണോ? പിന്നെ ചുറ്റുപാടുമല്ലേ, അവൻ പ്രജകളുമായി അങ്ങ് സഞ്ചരിക്കുമല്ലേ, എല്ലാവരും എടുത്തുകൊണ്ട് നടക്കും. ഇതാരുവാ? ഇതുപോലെ കുറെ ആളുകളെ കുറെ കാലം ചുമന്നിട്ടുണ്ട് ചേട്ടാ. അവരൊക്കെ പോയ വഴിയിലൂടെ തന്നെ താനും ഞാനും പോകത്തുള്ളൂ. അത് മണ്ണ് തന്നടേ. എന്നിട്ട് പിന്നെ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ അയാൾ വന്നിട്ട് ഒരു 4 തെറിയുടെ ആ കമ്പിയോട് കൂടിയിട്ട് പിടിച്ചടിച്ച്, ആ കമ്പിയോട് ചേർത്ത് 2 അടിയിൽ നിന്ന് പുറത്തിട്ട് 2 കുത്തും മുടി പിടിച്ച് വലിച്ച് കൈയൊക്കെ പിടിച്ച് തിരിച്ച്. ഞാനൊരു ആക്ടറാണെന്ന് ഞാൻ അവരോട് കുറേ പ്രാവശ്യം പറഞ്ഞു. ഞാനൊരു ആർട്ടിസ്റ്റാണ്, എൻ്റെ മേൽ തൊടേണ്ട കാര്യമില്ല, ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്തിനാണ് കൊണ്ടുവന്ന് അറിയില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല. സംസാരം ഈ അടിയുടെ ഭാഷയിലായിരുന്നു. പിന്നെ അവിടെ അടക്കി നിർത്തിയേക്കായിരുന്നു കുറേ സമയത്ത്. അപ്പോഴേക്കും തൃശ്ശൂരിൽ കുറച്ച് സുഹൃത്തുക്കളൊക്കെ വന്ന് അവർ വേണ്ട കാര്യങ്ങളൊക്കെ പോയി. അവിടെ നമുക്ക് ഇന്ന് രാവിലെ ഒരു പത്രക്കാരൻ വന്നിരുന്നു. അദ്ദേഹം വളരെ വിശദമായിട്ട് നമ്മളെ കുറിച്ച് ഇന്റർവ്യൂ നടത്തി. അദ്ദേഹം ഉച്ച കഴിഞ്ഞപ്പോൾ എഴുതിയിട്ടുണ്ട്, കണ്ടു, ഞാൻ വായിച്ചു പത്രത്തിൽ. ആൾക്ക് ഇര പോരത്രേ, ഇവന് ഇടി കിട്ടിയിട്ട് ഇവനൊന്നും ഇല്ലല്ലോ, ഇതെന്തോന്ന് ഇടി, പോലീസുകാർ ഇങ്ങനെയാണ് ഇടിക്കുന്നത്. അദ്ദേഹത്തിന് കാണേണ്ടിയിരുന്ന് കഷ്ണമാക്കി ഇട്ട് കൊടുക്കണമായിരുന്നു, എന്നാലാണ് അവർക്ക് ഒരു ഇരയുള്ളൂ. അപ്പോൾ ആൾ പറയണത് ഇത് പരിക്കൊന്നുമല്ലെന്ന്. എന്നാൽ അങ്ങനെ കെട്ടിയിട്ട് 2 അടി പോലെ കൊടുത്തുവിടാൻ പറയുന്നത് എനിക്ക് തോന്നിയപ്പോൾ. ഇത് പരിക്കല്ല എന്ന് പറയണത്. ഒരാളുടെ അനുവാദമില്ലാതെ എൻ്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ അവകാശ ലംഘനം, വൃത്തികേട് എന്താണ് ചെയ്യാനുള്ളത്, ആരുടെ മേലാണെങ്കിലും. അപ്പോൾ ഇവർക്ക് ഇനി പാട് കാണിച്ചു കൊടുക്കണം, കത്തിയെടുത്ത് നമ്മൾ പറഞ്ഞു കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയാണ് കുട്ടി എഴുതുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അടിച്ചേക്കണമെന്നല്ലോ. അതിനൊന്നും പോയിട്ടില്ല. ഉള്ളത് മാത്രമേ അവരോടും പറഞ്ഞിട്ടുള്ളൂ, ഉള്ളത് മാത്രമേ നിങ്ങളോടും പറയണുള്ളൂ. അപ്പോൾ കുറേ അധികം ആളുകൾ അറിഞ്ഞു വന്ന് കൂടി നിൽക്കണമെന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പലതരത്തിലുള്ള കഥകളുണ്ടായിട്ടുണ്ട്. അതെന്തുമായിക്കോട്ടെ, നമ്മളെന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇവർ വിചാരിക്കണ്ടായിരിക്കും. ഇത് കലാകാരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി വളർന്നത് കള്ളു കുടിച്ചും കഞ്ചാവ് വലിച്ചുമാണെന്ന്. അല്ല ചേട്ടാ, നിങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ തന്നെ നമ്മളും കഴിക്കുന്നുള്ളൂ, അതിൻ്റെ പേരിൽ വളരുന്നതൊക്കെ തന്നെയാണ് വളരുന്നുള്ളൂ. അപ്പം അത് സംശയം. അത് നിങ്ങൾ വെട്ടുന്നു, നമ്മൾ വെട്ടുന്നില്ല. നിങ്ങൾ വളർത്തുന്ന പലതും നമ്മൾ വളർത്തുന്നില്ല. നിങ്ങൾ വളർത്താത്ത പലതും ഞങ്ങൾ വളർത്തും. അത് കൊലയല്ല, കലയാ.
ആ